ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശിപ്ര എന്നും പൂവ എന്നും രണ്ട് പേരുകൾ പറഞ്ഞാൽ എത്ര പേർക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കുമെന്നറിയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലെ രണ്ട് പ്രധാന സ്ത്രീകളാണവർ. തൊഴിൽ ലോകത്തിലേക്ക് ജീവൻ സുരക്ഷിതമായി എത്തിക്കുക എന്നതാണ്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം. ഇസ്രായേൽക്കാരുടെ എണ്ണം തന്റെ രാജ്യത്ത് ക്രമാതീതമായി പെരുകുന്നു എന്ന് കണ്ട ഫറവോൻ ആ നാട്ടിലെ സൂതികർമ്മികളായ ശിപ്രയെയും പൂവായെയും വിളിച്ച് അവർക്ക് കൽപ്പന കൊടുത്തു. എബ്രായ സ്ത്രീകളുടെ അടുക്കൽ പ്രസവ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ കുട്ടി ആണാണെങ്കിൽ അതിനെ കൊന്നുകളയണം. എന്നാൽ ജീവന്റെ വെളിച്ചം ലോകത്തിലേക്ക് പകരാൻ നിയോഗിക്കപ്പെട്ടവർക്ക് എങ്ങനെ അതിനെ കെടുത്തിക്കളയാൻ കഴിയും? അവർ ഫറവോനേക്കാൾ ദൈവത്തെ ഭയപ്പെട്ടു, രാജാവിന്റെ കൽപ്പന ലംഘിച്ചു. ഫറവോനോട് പറഞ്ഞ കാരണമാണ് രസകരം. എബ്രായ സ്ത്രീകൾ മിസ്രൈമി സ്ത്രീകളെ പോലെയല്ല. അവർ നല്ല നിറമുള്ളവർ. സൂതികർമ്മിണികൾ അവരുടെ അടുക്കിലെത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയും. അക്കാലത്ത് പിറന്നു വീണ ഓരോ കുഞ്ഞിനും ജീവന്റെ അവകാശികളുടെ പേരുകളുടെ കൂട്ടത്തിൽ സൂതികർമ്മികളുടെ പേരും പറയുവാനുണ്ടാകും. ഇന്ന് ഈ സൂതികർമ്മിണികൾ വലിയ പ്രൊഫഷണലായി മാറിയിരിക്കുന്നു. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും ആദ്യ സ്പർശനം മുതൽ വേണ്ട എല്ലാ സംരക്ഷണവും നൽകുന്ന മിഡ്വൈഫ് എന്ന പ്രൊഫഷണൽ സൂതികർമ്മിണികൾ. ജീവനെ സ്പർശിച്ചവരുടെ പേരുകൾ എടുത്താൽ സൂതികർമ്മിണികളെ പോലെ പട്ടികയിൽ ഇടം പിടിക്കുന്ന ഒത്തിരി പേരുണ്ടാകും നമ്മുടെ ജീവിതത്തിലും. ഒരുപക്ഷെ ചിലരുടെയൊക്കെ സ്പർശനവും കരുതലും ക്ഷമയോടെയുള്ള കേൾവിയും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്നേ മറഞ്ഞു പോയേനെ. ഇങ്ങനെ നമുക്ക് ജീവൻ നൽകുന്നവരുടെ എണ്ണിയാലൊടുങ്ങാത്ത പട്ടികയിൽ നോക്കുമ്പോൾ ആരുടെയെങ്കിലും പട്ടികയിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നും ചിന്തിക്കുന്നത് നല്ലതാണ്. ജീവന്റെ സ്പർശനം, അല്ലെങ്കിൽ നിശബ്ദമായ കേൾവി, അതുമല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള കരുതൽ, ഇതൊക്കെ പകർന്നു കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോകത്തിലെ ജീവിതം? എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് എന്ന് നമ്മെക്കുറിച്ച് ഒരാൾക്കെങ്കിലും പറയാൻ സാധിക്കാത്ത തരത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതമെങ്കിൽ ആ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. കരയുന്നവന് ആശ്വാസമായി, വിശക്കുന്നവന് അപ്പമായി, ദാഹിക്കുന്നവന് ജലമായി, ഇരുളടഞ്ഞവർക്ക് പ്രകാശമായി മാറാൻ സാധിക്കുന്നിടത്താണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുന്ന ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത്. സങ്കടങ്ങൾ പേമാരിയായി പെയ്തിറങ്ങിയ ജീവിതയാത്രയിൽ കണ്ണുനീരിന്റെ കയ്പുനീർ നുകർന്ന് ജീവിതം 4 ചുമരുകൾക്കുള്ളിൽ ഹോമിക്കപ്പെട്ടു പോയ ഹതഭാഗ്യന്മാർക്ക് ജീവിതം എന്ന സ്വപ്നത്തിന്റെ ചിറകുമുളപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ശിപ്രയെയും പൂവയെയും പോലെ ജീവന്റെ വെളിച്ചം പകരുന്നവരാകാൻ നമുക്കും സാധിക്കും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ നാവിൽ ചൊല്ലിടുവാൻ സ്തുതിയല്ലാതൊന്നുമില്ല. എന്റെ ഹൃദയത്തിൽ ഉയർന്നിടുവാൻ സ്തോത്രമല്ലാതൊന്നുമില്ല. നിനക്കായി ഞാൻ സമർപ്പിക്കുവാൻ യേശുവേ സ്നേഹമതോ വർണ്ണിച്ചിടുവാൻ സാധ്യമല്ലേ. സ്തുതി സ്തുതി നിനക്കെന്നുമേ